ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഡ്രോൺ ഉണ്ട്, DJI Mavic 3 Pro. ഞാൻ വേറൊരു ഡ്രോണും കൂടി സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഒരു FPV ഡ്രോണ്. സാധാരണ FPV ഡ്രോണ് ബിൽറ്റ് ആയിട്ടുള്ള സാധനം വാങ്ങാതെ അസംബിൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം ഒരു റിമോട്ട് വാങ്ങി. അപ്പോൾ ഈ റിമോട്ട് കിട്ടിയിട്ട് ഏകദേശം 3-4 ദിവസമായി. ഇതിൻ്റെ ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഓൺഗോയിങ് ആണ്. അതിന് കൂടെ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് സാധനം കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. യെസ്, അപ്പോൾ ഇത് ഡ്രോണിൻ്റെ പ്രൊപ്പല്ലറാണ്. 2 കളർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലാക്ക്, അപ്പോൾ ഇത് ബ്ലൂ ആയിരിക്കും. ലെറ്റ്സ് സീ. യെസ്, അപ്പോൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ബ്ലാക്ക് 4 പീസുണ്ട്, ബ്ലൂ 4 പീസുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. പ്രൊപ്പല്ലറാണ്. ഈ പ്രൊപ്പല്ലർ നമുക്ക് ഏറ്റവും അവസാനം ആവശ്യമുള്ള സാധനമാണ്. കാരണം നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊപ്പല്ലർ ഇല്ലാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ മാത്രമേ നമ്മൾ പ്രൊപ്പല്ലർ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം കിട്ടിയത്. എനിവേ, ലെറ്റ്സ് സീ വാട്ട് ദിസ് വൺ. യെസ്, ഇത് ബാറ്ററിയുടെ ചാർജറാണ്. ഇത് ഡ്രോണിൻ്റെ ബാറ്ററിയുടെ ചാർജറാണ്. അപ്പോൾ ഇത് നമ്മൾ EU കണക്ഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ക്രോസ് ചെക്ക്. അതിൻ്റെ ചാർജർ. ഓക്കെ, TX60 കണക്ടർ. ഓക്കെ, സോ EU കണക്ഷനാണ് വന്നിട്ടുള്ളത്. TS60 കണക്ഷനുമായി. ഓക്കെ, സോ ദാറ്റ്സ് ഓക്കെ. മാനുവലൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. മോട്ടറാണ്. ഡ്രോണിൻ്റെ മോട്ടറാണ്. ഇത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റെം ഇത്ര ചെറുത് എന്നുള്ളത്. സ്റ്റെമ്മ് കുറച്ചും കൂടിയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി എന്തെങ്കിലും ആക്സസറീസ് അതിൻ്റെ കൂടെ ഉണ്ടാവാം. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ മോട്ടർ. 3 കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. 4 മോട്ടറുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഓക്കെ, ഇതാണ് ഡ്രോണിൻ്റെ ഹെഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഐ തിങ്ക് ഇതാണ് ഫ്ലൈറ്റ് കൺട്രോളർ. യെസ്, ഇതാണ് ഫ്ലൈറ്റ് കൺട്രോളർ. സോ ബേസിക്കലി
ഇതാണ് നമ്മളെ ഡ്രോണിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന സാധനം. ഇത് മോട്ടറിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബോർഡാണ്, ESC എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ ആക്സസറീസ്, കേബിൾ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൽ നമുക്ക് 2 സ്ഥലത്തും മെയിലുണ്ട്. അപ്പോൾ ബാറ്ററി ഇതിലും കണക്ട് ചെയ്യാം, ബാറ്ററി ഇവിടെയും കണക്ട് ചെയ്യാം. സോ ലെറ്റ്സ് ക്ലോസ് ഇറ്റ് ബാക്ക്. ആക്സസറീസ് അടുത്തത് ഇതിൻ്റെ സൈസ് കണ്ടിട്ട് ഫ്രെയിമാണെന്ന് തോന്നുന്നു. യെസ്, ഫ്രെയിമാണ്. കാർബൺ ഫൈബർ ഫ്രെയിമാണ്. അപ്പോൾ ഇത് മാനുവൽ നോക്കിയിട്ട് എല്ലാം അസംബിൾ ചെയ്തുണ്ടാക്കണം. നല്ല റിജിഡാണ്, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കാർബൺ ആണ്, കാർബൺ ഫൈബർ. അതിൻ്റെ ആക്സസറീസ് എല്ലാം ഉണ്ട്. സോ we will do this one later. അടുത്തത് ഇത് ലോലിപോപ്പ് ആൻറ്റിനയാണ്. നമ്മുടെ ക്യാമറയുടെ ട്രാൻസ്മിറ്ററിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ SMA ആൻറ്റിന. 4th വേർഷനാണ്. So we are expecting good performance. We will see later. And finally yes, ELRS receiver ആണ്. സോ ഇത്രയും ചെറിയ സാധനമാണോ? ഇതിൻ്റെ ഫങ്ഷനാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ചെറിയ ആൻറ്റിന ഉണ്ട്, ഒരു വയേഴ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിമോട്ടിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നൽസ് ഈ ആൻറ്റിന വഴി ഈ കൺട്രോളർ റിസീവ് ചെയ്ത് ആ സിഗ്നൽ നമ്മുടെ ഈ കണ്ട ഫ്ലൈറ്റ് കൺട്രോളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. സോ ചെറിയ സാധനമാണെങ്കിലും ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയുമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഷിപ്മെൻറ്റിൽ വന്നത്. സോ ഇനി നമുക്ക് ഏകദേശം സെറ്റപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറയുടെ ട്രാൻസ്മിറ്റർ, അതുപോലെ തന്നെ ഗൂഗിൾസ്, ബാറ്ററി എല്ലാം വരാനുണ്ട്. വിത്തിൻ 1 വീക്ക് പ്രതീക്ഷിക്കുന്നു. സോ സീ യു സൂൺ.